ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വീണ്ടും രൂക്ഷ വിമർശനം. ബി.ജെ.പി. സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിലാണ് അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടുവെന്നും ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളതെന്നുമാണ് വിമർശനം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതു മുതൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. നേതൃത്വത്തിനെതിരെ ഉയരുന്ന പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിവാദങ്ങളിൽ കൃത്യമായ പ്രതിരോധം തീർക്കാനും സംസ്ഥാന അധ്യക്ഷന് കഴിയുന്നില്ലെന്നാണ് വിമർശനം. മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് പരാജയപ്പെട്ടുവെന്നും ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളതെന്നുമാണ് കുറ്റപ്പെടുത്തൽ. ഒരു തവണ പോലും അധ്യക്ഷൻ സെല്ലുകളുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചില്ല. ഇങ്ങനെ പോയാൽ 5 പൈസയുടെ ഗുണമില്ലാത്ത അധ്യക്ഷൻ താഴേക്ക് പോകുന്ന സ്ഥിതിയുണ്ടാകുമെന്നും പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ 20 സെല്ലുകളുടെ സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നത്. ട്രേഡേഴ്സ് സെൽ, പരിസ്ഥിതി സെൽ, കൾച്ചറൽ സെൽ എന്നിവയുടെ ഭാരവാഹികളാണ് വിമർശനവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. സംസ്ഥാന മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിലും അധ്യക്ഷനെതിരെ വക്താക്കളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. പിന്നാലെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റുകയായിരുന്നു. ഇതോടെ സംസ്ഥാന അധ്യക്ഷനോടുള്ള അതൃപ്തി കൂടുതൽ രൂക്ഷമാവുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.